തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേട്ടം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 23 വാർഡുകളിൽ LDFും UDFും 10 വീതം സീറ്റുകൾ ജയിച്ചു. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ മാത്രം ജയിച്ച LDF ഇത്തവണ സീറ്റെണ്ണം ഇരട്ടിയാക്കി. ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ LDFിനും എറണാകുളം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണം UDFിനും നഷ്ടമായി. കണ്ണൂർ മട്ടന്നൂർ നഗരസഭയിൽ BJP അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. അതേസമയം തിരുവനന്തപുരം നഗരസഭയിൽ സിറ്റിംഗ് സീറ്റായ വെള്ളാറിൽ BJP തോറ്റു. UDF 13, LDF 5, BJP 4, പിന്നെ ഒരു സ്വതന്ത്രനും. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതായിരുന്നു സീറ്റ് നില. ഈ 23 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നേട്ടമുണ്ടാക്കിയത് ഇടതുമുന്നണി. തിരുവനന്തപുരം നഗരസഭ വെള്ളാർ ഡിവിഷൻ BJPയിൽ നിന്ന് വിജയിച്ചതുൾപ്പെടെ 6 BJP UDF സിറ്റിംഗ് വാർഡുകൾ പിടിച്ചെടുത്താണ് LDF സീറ്റെണ്ണം 10 വർദ്ധിപ്പിച്ചത്. പൊതുവായിട്ട് മുഴുവൻ പുറത്തു വരുമ്പോൾ നല്ല ഒരു റിസൾട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിന് എതിരായ നിങ്ങളെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കടന്നാക്രമത്തെയും ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഇത്തരത്തിലുള്ള റിസൾട്ടോടു കൂടിയാണെന്നുള്ളതാണ് അതിന് കൃത്യമായ അർത്ഥം. എറണാകുളം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡ് പിടിച്ചെടുത്തതോടെ പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണിക്കായി. 2 UDF അംഗങ്ങളെ കൂറുമാറ്റി ഇടതുമുന്നണി ഭരണം പിടിച്ചെടുത്ത മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ LDFിനെ 2 വാർഡുകളിലും പരാജയപ്പെടുത്താനായതാണ് UDFിന്റെ പ്രധാന നേട്ടം. മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 ഇടങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. UDF വിജയിച്ച 10 സീറ്റുകളിൽ 6 സീറ്റുകളും ജയിച്ചത് ലീഗ് സ്ഥാനാർത്ഥികളാണ്. മട്ടന്നൂർ മുനിസിപ്പാലിറ്റി 9ാം വാർഡ് ടൗൺ ഡിവിഷനിൽ UDFിനെ പരാജയപ്പെടുത്തിയാണ് നഗരസഭാ കൗൺസിലിൽ BJP ആദ്യമായി ഇടം പിടിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ 4 സീറ്റുകളിൽ വിജയിച്ച BJPക്ക് ഇത്തവണ 3 വാർഡുകളിൽ മാത്രമേ വിജയിക്കാനായുള്ളൂ. ഇതിൽ തിരുവനന്തപുരം നഗരസഭ വെള്ളാർ ഡിവിഷനിലെ പരാജയം തിരിച്ചടിയായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.